എന്തു പറ്റി? എന്താ ശീരു സൂത്രന്റെ കൂടെ കളിക്കാൻ ചെല്ലാത്തത്? ഞാനല്ല, ഞാൻ കളിക്കാൻ വരും. എന്തു കളിയാ? ഓ, എങ്കിലും ആനക്കുട്ടി പേടിച്ചിട്ടുണ്ടാവും. ഊർന്നിറങ്ങാൻ ചിലർക്ക് പേടിയാ, വീഴുമെന്ന് പേടി കാണും. പക്ഷെ ആനക്കുട്ടി വീഴില്ല. അതിനെന്താ ഇത്ര ഉറപ്പ്? ആനക്കുട്ടി വെറുതെ ഇരുന്നാൽ മതി. ഞങ്ങൾ ആനക്കുട്ടിയുടെ തലയിൽ കയറി തുമ്പിക്കൈ വഴി ഊർന്നിറങ്ങുന്നത്. വൈദ്യരെ, ഇതെന്റെ അമ്മാവന് അടുത്ത കാട്ടിലെ താമസം. അമ്മാവന്റെ തലയിൽ ഒരു തേങ്ങ വീണു. അതിനുശേഷം ഭയങ്കര തലവേദന. എവിടെ വെച്ചാ സംഭവം? തെങ്ങിന്റെ ചുവട്ടിൽ വെച്ചോ? അതല്ല, അടുത്ത കാട്ടിലാണോ ഈ കാട്ടിലാണോ എന്ന്. തേങ്ങ വീണിട്ട് കുറെ ദൂരം നടന്നോ എന്നറിയാനാ ചോദിച്ചത്. ഈ കാട്ടിൽ വെച്ചോ, എന്റെ ഗുഹയ്ക്കടുത്ത്. എങ്കിൽ സാരമില്ല, കുറെ ദൂരം നടന്നാൽ ചില പ്രശ്നങ്ങളുണ്ട്. ഓ, നടന്നാൽ പിന്നെ തേങ്ങ തലയിൽ വീഴും അല്ലേ? അതൊന്നുമല്ല, തലയിലെ രക്തോട്ടം കൂടും. അത് ശരുവിന് മനസ്സിലാവില്ല. ഇതിന് മരുന്ന് വേണ്ട, ചെറിയൊരു സൂത്രപ്പണി മതി. എങ്കിൽ കുഴപ്പമില്ല. അമ്മാവൻ വലിയ സൂത്രക്കാരനാ വൈദ്യരെ. അതല്ല, തല ഒരു പ്രത്യേക മരത്തിൽ ഇടിച്ചാൽ ഈ തലവേദന മാറും. ജലദോഷക്കുന്നിൽ മഞ്ഞ തടിയുള്ളൊരു മരം കാണാം. അതിൽ 20 തവണ തലയിടിച്ചാൽ മതി. ഞാനും ഇടിക്കണോ? അമ്മാവൻ മാത്രം മതി ശരു. തലയിടിച്ച് തലവേദന മാറ്റാൻ പോവുകയാ. വൈദ്യരുടെ ചികിത്സയോ? ആഹാ, വൈദ്യരാൾ കൊള്ളാം. പുതിയ ചികിത്സകളൊക്കെ കൊണ്ടുവരും. ഓ, അതാ മഞ്ഞ മരം. വൈദ്യരെ, അമ്മാവന് മുതുകുവേദന. തല്ലു കിട്ടിയതോ? ഏ, തല്ലോ? എന്തു പറ്റി? അമ്മാവൻ തലയിടിച്ചപ്പോ മരം കുലുങ്ങി. അതിലിരുന്ന 4 കുരങ്ങന്മാർ താഴെ വീണു. അവർ അതേ മരത്തിന്റെ കമ്പൊടിച്ച് തല്ലി. അയ്യോ, അപ്പോൾ തലവേദനയുടെ കൂടെ? ഏയ്, തലവേദന മാറി. അതിന് ഞാനൊരു സൂത്രം ചെയ്തു. തല മഞ്ഞ മരത്തിൽ ഇടിക്കുന്നതും മഞ്ഞ മരക്കമ്പ് തലയിൽ അടിക്കുന്നതും ഒരുപോലെ ആണല്ലോ. അതുകൊണ്ട് 20 അടി തലയിലും അടിക്കാൻ അവരോട് പറഞ്ഞു. സൂത്ര, ഗുഹയുടെ സൈഡിലെ പൂച്ചെടിക്ക് വെള്ളം ഒഴുക്കി. എന്തിനാ സൂത്രന്റെ അമ്മയെ ചെടിക്ക് വെള്ളമൊഴിക്കുന്നത്? ചെടി വേഗം വലുതാവാനാ ശരു. സൂത്ര, കുറച്ച് ഒഴിച്ചാൽ മതി, വെള്ളം വെറുതെ കളയരുത്. സൂത്ര, ഇനി ഇങ്ങോട്ട് വാ. ശരുവിനെ വിളിക്കുക, എന്തെങ്കിലും കഴിക്കാം. ആരാ പിന്നെയും വെള്ളം കളയുന്നത്? ശരു. എനിക്ക് വെള്ളമൊഴിക്കുകയാ, വേഗം വലുതാവാനാ.